welcome you, sir, once again. Over to Brother Sinji. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാവിലെ കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की स्तुति हो आज शाम के वक्त में. ഇന്ന് കൂടുതലും ഞാൻ മലയാളത്തിൽ സംസാരിക്കുവാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. आज मैं अधिकांश जो है मलयालम में बात करने के लिए मैं चाहता हूँ. ഈ ദിവസങ്ങളിലായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വളരെ ഹൃദ്യമായി സംസാരിക്കുന്നതായ ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. पवित्र आत्मा जो है इन दिनों में मेरे हृदय में प्रेरणा देने वाला एक वचन को मैंने आज जो है आप लोग के सामने बांटना चाहता हूँ. രണ്ട് പ്രധാനപ്പെട്ട ബേർഡൻ ആണ് ദൈവം ഈ ദിവസങ്ങളിൽ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബേർഡൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം ഐ ഷെയർഡ് വിത്ത് യു. വചനം കേൾക്കുന്നവർ മാത്രമായി തീരാതെ വചനം അനുസരിക്കുന്നവരായി നമ്മൾ മാറണം. അതല്ലെങ്കിൽ നമ്മൾ മണലിന്മേൽ വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനായി മാറും. നമ്മൾ പാറമേൽ പണിയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ മണലിന്മേൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. पिछले बार जो है हम लोग मनन किया और उसी में मैंने ये बात स्पष्ट में बताया कि परमेश्वर के वचन को केवल सुनना नहीं, उसी में हमारा जीवन को बनाना बहुत जरूरी है. जैसे चट्टान के ऊपर में घर बनाया हुआ व्यक्ति के समान हम अगर परमेश्वर के वचन के ऊपर में अपना जीवन को नहीं बना रहा है तो फिर खतरनाक एक परिस्थिति में हमारा जीवन चले जाएंगे. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ആർ വി പാർട്ട് ഓഫ് ദ റെമനന്റ്, ആർ വി പാർട്ട് ഓഫ് ദ മൈനോറിറ്റി where God is looking for us to be part of. ഈ ദിവസങ്ങളിൽ ദൈവം കാത്തു സൂക്ഷിക്കുന്ന ഒരു റെമനന്റിന്റെ ഒരു ശേഷിപ്പിന്റെ ഭാഗമാണോ നമ്മൾ എന്ന് ഈ ദിവസങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. तो इन दिनों में हम मेरा हृदय में एक प्रेरणा एक चेतावनी जो है आ रहा है कि क्या हम लोग जो है बचा हुआ समूह या बचा हुआ झुंड का एक भाग है. परमेश्वर जो अपनी इच्छा पूर्ति करने के लिए जो रखा हुआ एक जो झुंड जो होते हैं उस झुंड का भाग हम है कि नहीं, उसके बारे में आज हम लोग अवलोकन करेंगे. ഒരു പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഹൃദയത്തിൽ വന്നതായ ആ ചിന്തകൾ അല്ലെങ്കിൽ ആ ബേർഡൻ ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മലയാളത്തിൽ കുറച്ചുകൂടി ഹൃദ്യമായിട്ട് സംസാരിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. आज जो है मैं मलयालम से इसलिए बात कर रहा हूँ, एक प्रचार के अलावा मेरा हृदय में आया हुआ कई सोचों को आपके मलयालम आज चुना है बात करने के लिए. Praise the Lord. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതായ ഒരു വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ചിന്ത തുടങ്ങുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. Matthew chapter 7 verse 13 and 14. I will read in English and somebody else can read in Hindi. Enter through the narrow gate, for wide is the gate and broad is the road that leads to destruction, and many enter through it. But small is the gate and narrow the road that leads to life, and only a few find it. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പി, അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. और आज जो है मेरा हमारा मनन के लिए मैं अंग्रेजी में जो है भी पढ़ाया जो पद जो है मत्ती रचित समाचार 7 अध्याय उसका 13 और 14 पद से है और उसको मैं पढ़ना चाहता हूँ हिंदी में. सकेत फाटक से प्रवेश करो, क्योंकि चौड़ा है वो फाटक और सरल है वो मार्ग जो विनाश को पहुंचाता है, और बहुत से हैं जो उससे प्रवेश करते हैं. क्योंकि सकेत है वो फाटक और कठिन है वो मार्ग जो जीवन को पहुंचाता है, और थोड़े हैं जो उसे पाते हैं. There are few words, ചില പദങ്ങൾ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് നാരോ ഗേറ്റ്, ഇടുക്കുവാതിൽ. कई शब्दों को मैंने आपका सामने जो है रखना चाहता हूं. पहला जो है शब्द ही है सकेत फाटक, जो छोटा या सकरा जो है फाटक. അപ്പോൾ നാരോ ഗേറ്റ്, ഇടുക്കുവാതിൽ
കമ്പയർ ചെയ്തിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ്. അപ്പൊ ഈ രണ്ട് ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ഒന്ന് നാരോ ഗേറ്റ്, രണ്ട് വൈഡ് ഗേറ്റ്. നിങ്ങളുടെ മനസ്സിലോട്ട് ചിത്രം ഒന്ന് വരട്ടെ. दो जो है तुलना जो है यहाँ पे किया हुआ है, एक सफेद फाटक और एक चौड़ा जो फाटक. आप लोग का मन में जो है दोनों का जो है तस्वीर थोड़ा आने दीजिए. एक छोटा एक फाटक और एक चौड़ा जो है एक फाटक, एक बड़ा है एक छोटा है. രണ്ടാമതായിട്ട് നമ്മൾ അവിടെ കാണുന്നത് ബ്രോഡ് റോഡ് ആൻഡ് നാരോ റോഡ്. ഇടുക്കുവാതിൽ, വിശാലമായ വാതിൽ. രണ്ടാമത്തെ കമ്പാരിസൺ. और दूसरा तुलना जो है वहां पे किया हुआ है कि सफेद रास्ता और चौड़ा जो रास्ता, सफेद मार्ग और चौड़ा मार्ग. സോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാരോ ഗേറ്റിലൂടെ അകത്ത് കടന്നാൽ പിന്നെ വഴി വിശാലമാണെന്ന് ചിന്തിക്കുന്ന ഒരു മിഥ്യയായ ധാരണ നമ്മുടെ ഇടയിലുണ്ട്. That is not right. ഇവിടെ കർത്താവ് പറയുകയാണ്, not only the gate is narrow, but the path also is narrow. और यहाँ पे एक सकरा फाटक से हम लोग प्रवेश करने के बाद हम लोग ये सोचते हैं कि हम सकरा फाटक से प्रवेश किया तो बाकी रास्ता जो है विशाल हो जाएंगे या चौड़ा हो जाएंगे, हम लोग सोचते हैं. लेकिन प्रभु कहता है आप सकरा रास्ता से प्रवेश किया, फाटक से प्रवेश किया है, आपको जाने वाला मार्ग भी सकरा है, वो रास्ता भी सकरा है. Praise the Lord. Hallelujah. ഇന്ന് രാത്രികാലം നമ്മൾ അത് മനസ്സിൽ ചിന്തിക്കുവാനിടയായി തീരണം. എന്നാൽ ഈ ദിവസങ്ങളിൽ അനേകമായ ഡോക്ട്രിൻസ്, ഉപദേശ സംഹിതകൾ കടന്നു വരുന്നുണ്ട്. നേരോ ഗേറ്റ് ആണെങ്കിലും കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാം, വിശാലമായ പാതയിലാണ് എന്നുള്ള ദുരുപദേശങ്ങൾ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു വാണിംഗ് എന്ന് പറയുന്നത്, നോട്ട് ഓൺലി ദ ഗേറ്റ് ഈസ് നാരോ, ദ പാത്ത് ഈസ് കണ്ടിന്യൂഡ് ടു ബി നാരോ. പ്രൈസ് ദ ലോർഡ്. आमेन. आजकल जो है इसी प्रकार का उपदेश चलते आ रहा है कि आप जो है कोई भी फाटक से प्रवेश करो, आपके सामने जो रखा हुआ मसीही रास्ता बहुत चौड़ा रास्ता है, तो इसी से आपको आसान से जा सकता हूं. लेकिन प्रभु के वचन से जो है, पवित्र आत्मा से प्रेरणा से मैंने आपको बताना चाहता है, आप प्रवेश किया हुआ फाटक सकरा है तो आपको जाने वाला रास्ता भी जो है सकरा है. Oh, praise the Lord. Till the end. It is not like after some time, കുറച്ചു കാലം കഴിയുമ്പോൾ പാത വലുതായി വരുമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. അവസാനം വരെയും ഈ പാത നേരോ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മളോട് കോൺസ്റ്റന്റ് ആയിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം, am I continuing in the narrow path or did I switch the path in between? तो प्रभु कभी भी नहीं बोला है कि ये जो है रास्ता जो है थोड़ा दिन के बाद जो है सही हो जाएंगे, थोड़ा दिन के बाद जो है ये विशाल हो जाएंगे, थोड़ा दिन के बाद जो है अच्छा हो जाएगा. नहीं, प्रभु यही बोला है कि ये जो रास्ता जो शुरू होते हैं अंत तक वैसा ही है, अंत तक जो है वो सकरा ही रहेगा, अंत तक वो कभी भी विशाल नहीं होते. ഹല്ലേലൂയ. അതാണ് ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത് മറ്റൊരു ഭാഗത്തിൽ, അനുദിനം ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനെ എന്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ക്രൂശിന്റെ പാത എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ഗോൽഗോത്ത മലയിലേക്ക് കയറിപ്പോയ പാത എന്ന് പറയുന്നത് വിശാലമായ ഒരു പാതയും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാത്ത് ആയിരുന്നില്ല. ഇറ്റ് വാസ് നാരോ പാത്ത്, ഇറ്റ് വാസ് സോ ഡിഫിക്കൽട്ട്, ഇറ്റ് വാസ് പെയിൻഫുൾ, ഇറ്റ് വാസ് സഫറിങ്. അങ്ങനെയുള്ള ഒരു പാതയിലേക്കുള്ളതായ ഒരു ക്ഷണമാണ് ക്രിസ്തു ശിഷ്യന്റേത് എന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. तो हम लोग आज समझना चाहिए कि यीशु मसीह जो है हमें जो समझाया हुआ रास्ता जो है क्रूस की ओर जाने वाला जो रास्ता है, गुलगुता के ऊपर चढ़ने वाला जो रास्ता को आप थोड़ा सा अनुमान कीजिए, आप थोड़ा सा कल्पना कीजिए, वही रास्ता यीशु मसीह को हमें भी अपनाने के लिए बोला है. प्रतिदिन उसका क्रूस उठाते हुए जाने के बारे में परमेश्वर के वचन हमें सिखाते हैं. പ്രൈസ് ദ ലോർഡ്. അപ്പൊ നമ്മൾ രണ്ട് കമ്പാരിസൺ ആണ് ആദ്യമായിട്ട് കാണുവാനിടയായിത്തീരുന്നത്. ഒന്ന് നാരോ ഗേറ്റ് ആൻഡ് വൈഡ് ഗേറ്റ്. Number 2, narrow path and broad path.
മൂന്നാമതായിട്ട് അവിടെ കാണുകയാണ് many enter through the gate which is wide, പക്ഷേ the comparison is few enter through the gate which is narrow. Many versus few. और पहला जो है तुलना हम लोग देखा कि सकरा फाटक और चौड़ा फाटक के बारे में, और इसके बाद जो है रास्ता के बारे में हम लोग देखा, चौड़ा रास्ता और सकरा रास्ता। अभी जो है यहाँ पे जो लिखा हुआ है, सकेद फाटक से जाने वाला लोग जो है बहुत कम है, थोड़े है, और बाकी जो है बड़ा चौड़ा फाटक से जाने वाला लोग जो है जो बहुत ज्यादा है। तो अभी का तुलना जो है कम और ज्यादा से ज्यादा का बीच में। നിങ്ങളുടെ മനസ്സിൽ ഈ 5 ഡിഫറൻസ് ആണ് ഞാൻ ഇന്ന് രാത്രി കാലം പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിൽ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഒന്ന്, the narrow versus wide about the gate, narrow versus wide about the path, and number 3, many versus few, who is going to select, who is going to choose that. तो आज का जो है सोच में आप लोग को ये मन में रखना है, आगे का बात जो है बोलने के पहले, जो है सकरा फाटक और चौड़ा फाटक, सकरा रास्ता और चौड़ा रास्ता, अभी जो है हम लोग ये देखेंगे कि जो कम जन और ज्यादा जन। നാലാമതായിട്ട് അവിടെ പറയുന്നത് ഈ ബ്രോഡ് പാത്ത് അല്ലെങ്കിൽ വൈഡ് ഗേറ്റിലൂടെ ഉള്ളവർക്ക് ഒന്നും ഫൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നാച്ചുറലി ദേ ആർ ഇൻ ദാറ്റ് പാത്ത്. പക്ഷേ ഈ നാരോ ഗേറ്റിലൂടെ ക്രൂശിന്റെ പാത തിരഞ്ഞെടുക്കുന്നവർ അത് എന്തോ ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഈസ് ഇന്റൻഷണൽ ചോയ്സ് വേഴ്സസ് നാച്ചുറൽ പാത്ത്. ഇത് ഇടുക്കുവാതിലൂടെ കടക്കുന്നവർ അതിനെ കണ്ടെത്തണം. ദേ ഹാവ് ടു മേക്ക് എ ചോയ്സ് വേഴ്സസ് ദി അതേഴ്സ് ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. ദേ ക്യാൻ ജസ്റ്റ് go through that wide path. इदान नालामते डिफरेंस। यहाँ पे चौथा जो है तुलना जो है ही है कि ये जो सकरा फाटक से जो है जाने के लिए यहाँ पे लिखा है, और थोड़े हैं जो उसे पाते हैं, तो उसको ढूंढना पड़ता है उस रास्ता से जाने के लिए। आपको विशाल और चौड़ा रास्ता में जाने के लिए कोई भी चीज ढूंढने का जरूरत नहीं है, लेकिन यहाँ पे आपको ढूंढ कर ही जाना पड़ता है। പണ്ട് ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു യൗവനക്കാരനോട് പറഞ്ഞ ഒരു രസകരമായ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. യുവാവ് വൃദ്ധനായ ആത്മീകനായ വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു, നരകത്തിലേക്കുള്ള വഴി ഏതാണ്, ഒന്ന് കാണിച്ചു തരാവോ എന്ന് ചോദിച്ചപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, അത് കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല, നീ പോകുന്ന വഴിയേ പോയാൽ മതി, അത് വിശാലമായ നരകത്തിലേക്കുള്ള പാതയാണെന്ന് പറയുവാനിടയായി. You don't have to choose anything, you are automatically in that path. और एक बुजुर्ग आदमी से एक जवान व्यक्ति ने एक बार पूछा कि अंकल आपने जो है मुझे बता सकता है नरक जाने वाला रास्ता कैसे है या कहाँ पे है? तो उन्होंने बुजुर्ग आदमी ने जो है उनको जवाब दे दिया, यही जवाब दिया, भाई साहब या बेटा, आपको नरक जाने के लिए आप कोई भी रास्ता चुनने का जरूरत नहीं है, अभी जो रास्ता से तुम चल रहा है उसी रास्ता से चलते जाइए, आप नरक पहुंचेंगे। Oh, praise the Lord. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കാലാകാലങ്ങളിലായി ദൈവം ഈ കുറച്ചു പേരുടെ, ചുരുക്കം പേരുടെ ഭാഗമായി മാറുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബട്ട് ദ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ടു us ഇന്ന് രാത്രി കാലം, ആർ വി കണ്ടിന്യൂയിങ് ഇൻ ദാറ്റ് പാത്ത് എന്നുള്ളതാണ്. ആർ വി സ്റ്റിൽ പാർട്ട് ഓഫ് ദ റെമനന്റ്? ആർ വി സ്റ്റിൽ പാർട്ട് ഓഫ് ദാറ്റ് മൈനോറിറ്റി? അതാണ് ഇന്ന് രാത്രി കാലം നമ്മളോടുള്ള ചോദ്യം. और परमेश्वर की आत्मा जो है आज हम लोग से ये पूछना चाहते हैं कि हम लोग, ठीक है, अच्छा बात है, हम लोग उसी रास्ता से हमारा सफर तो शुरू किया, हम लोग जो है सकेत फाटक को हम लोग चुन लिया है, लेकिन अभी भी हम उस रास्ता को ही अपनाते हुए चल रहा है कि नहीं, या हम लोग दूसरा कोई फाटक या दूसरा कोई रास्ता हम अपनाने के लिए हमारा मन में चाहत है कि नहीं, वही पवित्र आत्मा आज आपसे और मुझे पूछना चाहते हैं. അത് നമ്മുടെ കഴിവ് കൊണ്ട് സാധ്യമല്ല. അതാണ്
ദൈവത്തിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലുണ്ട്. നമ്മിൽ വസിക്കുന്ന ക്രിസ്തു അതിനെ നമ്മെ എനേബിൾ ചെയ്യുന്നു. ഇങ്ങനെ പലവിധമായിട്ടുള്ളതായ ആത്മീകമായ എനേബിളേഴ്സ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ആ പാതയിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചോദ്യം, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണുവാൻ ഇടയായിത്തീർന്നു. മറിയെ പോലെ ഇന്ന് രാത്രികാലം എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഈ സഹായങ്ങൾ, ഈ ആത്മീകമായ എനേബിളേഴ്സ് എല്ലാം നമുക്കുള്ളപ്പോൾ തന്നെ അതിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതോ അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിശാലമായ പാതയിലേക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ അനുദപിച്ചുകൊണ്ട് നമുക്ക് മടങ്ങി വരാം. ലോർഡ്, ഐ വാണ്ട് ടു കം ബാക്ക് ടു ദ നാരോ പാത്ത്. हालेलुया। तो अगर जो है हमारा जीवन में कभी भी हम लोग जो है सकरा रास्ता तो चुन लिया था, लेकिन बीच में जो है हम लोग मन में चाहा कि चौड़ा रास्ता अपनाने के लिए, और चौड़ा रास्ता में हमारा पैर हम लोग रख लिया है, तो आज जो है हम लोग अनुताप के साथ, पश्चाताप के साथ प्रभु के पास वापस आके प्रभु से कहना है कि प्रभु, मैंने गलत किया है, मैंने जो है जानबूझकर और अनजान से मैं जो है वो चौड़ा रास्ता को अपनाया, आज मैंने जो है उसी जो है सकरा रास्ता को ही अपना कर जाना चाहता हूं प्रभु। हालेलुया। बिकॉज ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായമുണ്ട്. കർത്താവായ യേശുക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ കഴിവുകൊണ്ട് ഇത് സാധ്യമല്ല. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന കൃപ അത് അനന്തമായ കൃപയാണ്. അതിനെ നമ്മൾ വൃഥാവാക്കി കളയാതെ ഈ നേരോ പാത്തിൽ കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. क्योंकि हमें जो है इस जीवन को जीने के लिए पवित्र आत्मा का सामर्थ्य का जरूरत है। जब पवित्र आत्मा हमें शक्ति देगा तभी जो है हमें इस रास्ता को अपना कर जा सकता हूं। उसके लिए हम लोग जो है पवित्र आत्मा जो देने वाला अनुग्रह को हम लोग नष्ट नहीं करना चाहिए। हम लोग प्रभु जो दिया हुआ अनुग्रह को लेते हुए हम लोग आगे बढ़ने पाए। प्रभु उसके लिए हमें सहायता करे। അഞ്ചാമത്തെ ഡിഫറൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ ഈ കൺസെപ്റ്റിനെ ഒന്ന് സോളിഡിഫൈ ചെയ്യാനായിട്ട് ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അഞ്ചാമത്തെ ഡിഫറൻസ്, ഫിഫ്ത്ത് ഡിഫറൻസ് ഈസ് വെരി ക്ലിയർ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഒന്ന് നാശത്തിലേക്ക് പോകുന്നു, മറ്റേ വഴി ഡിസ്ട്രാക്ഷൻ. ലൈഫ് വേഴ്സസ് ഡിസ്ട്രാക്ഷൻ, എറ്റേണൽ ലൈഫ് വേഴ്സസ് എറ്റേണൽ ഡിസ്ട്രാക്ഷൻ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹെവൻ വേഴ്സസ് ഹെൽ. ഇതാണ് അഞ്ചാമത്തെ ഡിഫറൻസ്. यहाँ का जो है पांचवा फर्क को हम लोग देखेंगे। पांचवा फर्क यही है कि एक जो है अनंत जीवन के लिए जाते हैं या जीवन को पाने के लिए जाते हैं, दूसरा नाश होने वाला एक रास्ता या विनाश की ओर पहुंच जाते हैं। या सरल भाषा में बोलेंगे, एक स्वर्ग के तरफ जो है बढ़ते हैं, दूसरा नरक के तरफ जो है बढ़ते हैं। Oh, praise the Lord. Hallelujah. 5 ഡിഫറൻസസ് ആണ് കർത്താവ്, 5 കമ്പാരിസൺ ആണ് കർത്താവ് ഈ രണ്ട് മാർഗങ്ങളെ കുറിച്ച് ഈ വാക്യത്തിൽ പറഞ്ഞത്. ഇനി ഈ 5 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ വാക്യം വീണ്ടും ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ ഹിന്ദിയിൽ തന്നെ വായിച്ചാട്ടെ. तो ये पांचों बात हमारा मन में रखते हुए हम लोग ये पद को एक और बार पढ़ेंगे। मत्ती सुसमाचार 7 अध्याय 13 और 14 पद। सकेत फाटक से प्रवेश करो, क्योंकि चौड़ा है वो फाटक और सरल है वो मार्ग जो विनाश को पहुंचाते हैं, और बहुत से हैं जो उससे प्रवेश करते हैं। क्योंकि सकेत है वो फाटक और कठिन है वो मार्ग जो जीवन को पहुंचाते हैं, और थोड़े हैं जो उसे पाते हैं। ആമേൻ. എഴുതിയെടുക്കുന്നവർക്കായി ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, നാരോ ഗേറ്റ് വേഴ്സസ് വൈഡ് ഗേറ്റ്. നമ്പർ 2, നാരോ പാത്ത് വേഴ്സസ് ബ്രോഡ് പാത്ത്. നമ്പർ 3, മെനി വേഴ്സസ് ഫ്യൂ. നമ്പർ 4, it is a natural thing for the people who are going through the wide gate. For others, it is a choice. So choice versus natural outcome. And number 5, eternal life versus eternal destruction. एक और बार जो है जो बोला है उसको दोहराना चाहते हैं। यहाँ पे जो है फर्क या तुलना जो है किया हुआ है सकरा फाटक और चौड़ा फाटक से। दूसरा सकरा रास्ता और सरल मार्ग से। तीसरा बहुत लोग से और थोड़े से जो है लोगों से, कम लोगों से। और पांचवा
जो है जो नेचुरली या प्रकृति हम लोग जैसे सरल रास्ता को अपनाने के लिए कुछ करने का जरूरत नहीं पड़ता है, लेकिन सकरा रास्ता को अपनाने के लिए हमें ढूंढना पड़ता है। और आखिरी जो है हमें ये पहुंच जाने वाला जगह जो है एक जीवन की ओर हमें पहुंचाते हैं, दूसरा विनाश की ओर हमें पहुंचाते हैं। Praise the Lord. ഈ ഒരു ആശയം, ഇതേ മനോഭാവമാണ് ദൈവം ചരിത്രത്തിലും പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. और यही जो है तरीका में परमेश्वर इतिहास में भी काम किया है। एक दो उदाहरण को देख के हम लोग आगे बढ़ेंगे। 1 പത്രോസ് 3-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 Peter 3:20. ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം ഇതാണ്: നോഹയുടെ പെട്ടകത്തിലൂടെ, ദൈവം നോഹയോട് പണിയുവാനായിട്ട് പറഞ്ഞ പെട്ടകത്തിലൂടെ എത്ര പേർ രക്ഷ പ്രാപിച്ചു? ഓൺലി എ ഫ്യൂ പീപ്പിൾ, 8 were saved through water. നമുക്ക് ഇന്ത്യയിൽ ഒന്ന് വായിക്കാം. तो ये जो है पद को, पहला पत्रोस 3 का जो है 20वां पद को जो है हिंदी में पढ़ना चाहता हूं कि जिस समय नूह का जो है समय के बारे में वहां पे लिखा हुआ है, जिन्होंने उस बीते समय में आज्ञा न मानी, जब परमेश्वर नूह के दिनों में धीरज धरकर ठहरा रहा और वो जहाज बना रहा था जिसमें बैठकर थोड़े लोग अर्थात 8 प्राणी पानी के द्वारा बच गए। Oh, praise the Lord. When I was reading that verse, the question came to my mind was, really, God, are you serious about this? കർത്താവേ, ഇത്രമാത്രം മെറ്റിക്കുലസ് ആയിട്ട്, ഇത്രമാത്രം അറ്റൻഷൻ ടു ഡീറ്റെയിലോടുകൂടി നീ നോഹയോട് വലിയതായ ഒരു പെട്ടകം പണിയുവാനായിട്ട് പറഞ്ഞു. അതിന്റെ നീളം, ആഴം, വീതി എല്ലാം പറഞ്ഞ് ഏത് മരം കൊണ്ട് പണിയണമെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ട് 8 പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ആർ യു റിയലി സീരിയസ് അബൌട്ട് ദിസ്? ഓ, പ്രൈസ് ദി ലോർഡ്. तो मैंने जब इस पद को पढ़ने के वक्त में मैंने प्रभु से पूछा, प्रभु आपने जो है नूह से कहा था इतना चौड़ा में, इतना जो बड़ा जो है, इतना ऊंचाई में, इतना जो है गहराई जो है रखते हुए एक बड़ा सा एक जहाज जो है बनाने के बारे में, जिसमें जो है हजारों लोगों को बचा सकता था, लेकिन प्रभु यहाँ पे सिर्फ 8 ही जन बच गया है। आप सही में गंभीर तौर से जो है नूह से बात किया? सही में आप गंभीर थे इस विषयों के बारे में? यही सवाल मैंने प्रभु से पूछा। കർത്താവ് എന്നോട് പറഞ്ഞു, ദൈവം നമ്മളോട് എല്ലാവരോടും പറയുന്നത് തന്നെയാണ്. യെസ്, വർഷക്കണക്കിന് ഉള്ളതായ സമയം നോഹ പ്രസംഗിക്കുവാനിടയായിത്തീർന്നു. ഒരു ജലപ്രളയം വരുന്നുണ്ട്, നിങ്ങൾ മുന്നോട്ട് വരിക, അല്ലെ, നിങ്ങൾ മുന്നോട്ട് വരിക. മെഥൂശലഹ് എന്ന് പറയുന്നതായ ആ വ്യക്തിയുടെ സംഭവം നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അനോക്കിന്റെ ജീനിയോളജിയിൽ നിന്നും വന്നതായ ഒരു വ്യക്തിയാണ് നോഹ. അപ്പോൾ ഈ മെഥൂശലഹ് എന്ന പദത്തിന്റെ അല്ലെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തോ സംഭവിക്കുവാനിരിക്കുകയാണ്. അപ്പോൾ നോഹയുടെ പ്രസംഗവും മെഥൂശലഹിന്റെ ജീവിതവും എല്ലാം കൂടെ വെച്ച് നോക്കിയിട്ട് പോലും ആരും തന്നെ ഈ പെട്ടകത്തിൽ കയറുവാനായിട്ട് തുനിഞ്ഞില്ല. എന്നാലും ദൈവം തന്റെ പ്രവർത്തന പദ്ധതിയുമായി മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇന്ന് രാത്രികാലം എനിക്ക് പറയുവാനായിട്ടുള്ളത്. यहाँ पे जो है देखना चाहते हैं कि नूह जो है इंतजार किया, क्योंकि मथुशेलह जो नाम का अर्थ भी जो है यही था कि मथुशेलह जो है मरने के वक्त में कुछ हानि होने वाला है। और नूह जो है काफी साल जल प्रलय के बारे में या बाढ़ आने वाला जो विषयों के बारे में प्रचार भी किया था। उसके बाद भी लोग जो है मन फिराने के लिए तैयार नहीं हुआ, लोग जो है उस परमेश्वर को ढूंढने के लिए तैयार नहीं हुआ। परमेश्वर इतना बड़ा योजना बनाकर लोगों को कहने के बाद भी कोई भी उसको सुनने के लिए तैयार नहीं हुआ। उसके बावजूद भी परमेश्वर अपना योजना को लेकर आगे बढ़ा। हालेलुया। കർത്താവായ യേശുക്രിസ്തു പിന്നീട് അത് പറയാനിടയായിത്തീർന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലവുമാകും.
എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആർക്കും ഈ നാരോ പാത്തിലോട്ട് വരുവാനായിട്ടുള്ള താല്പര്യമില്ല. They are really enjoying the wide path. They are really enjoying the wide gate. They are really enjoying the culture in that path. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയും വളരെയധികം ഭയത്തോടും വിറയലോടും അതേസമയം റെവറൻഷ്യൽ ഫിയറോടുകൂടി നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാനിടയായിത്തീരണം. Are we continuing in that narrow path? Are we part of the remnant? Hallelujah. और यीशु मसीह भी जो है अपना जीवन काल के वक्त में, पृथ्वी में जो जीवन काल के वक्त में यही बोला, अंत का समय नूह के समान होगा, क्योंकि लोग जो है चौड़ा रास्ता का खुशी लेने के लिए, मजा लेने के लिए चाहते हैं। कोई भी व्यक्ति जो है सकरा रास्ता चुनने के लिए या सकेत रास्ता से जाने के लिए तैयार नहीं रहने के वक्त में, भाइयों बहनों, हालेलुया, हम लोग ये सोचना चाहिए कि हम लोग कौन सा रास्ता अपनाना चाहते हैं। हम लोग चौड़ा रास्ता में जा रहा है या हम लोग जो है सकरा रास्ता को अपना के ही आगे बढ़ रहा है। God was always keeping the remnant. എപ്പോഴും ഒരു റംനന്റിനെ ദൈവം വെച്ചുകൊണ്ടിരുന്നു, ഒരു റംനന്റിനെ ദൈവം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ അതേ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനിയും ഒരു റംനന്റിനെ മാത്രം ചേർക്കുവാനായിട്ട് വരുന്ന നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ റംനന്റിന്റെ പേരാണ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് പറയുന്നത്. और परमेश्वर हमेशा एक बचा हुआ झुंड को इस पृथ्वी में रख छोड़ा है, क्योंकि प्रभु का उद्देश्य को पूरी करने के लिए एक बचा हुआ जो है, एक थोड़े से जो है झुंड के द्वारा ही परमेश्वर काम करते हैं। और अभी भी प्रभु उस प्रकार का एक झुंड को बनाकर रखा है जिसको हम लोग जो है बचा हुआ लोग जो है कहा सकता है। और उन्हीं को लेने के लिए यीशु मसीह जो है दोबारा जो अपना जो है वो दुल्हा को लेने के लिए यीशु मसीह जो है दोबारा स्वर्ग में जो है हमारे मेघ में जो है आने वाला है। ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതായ ലക്ഷക്കണക്കിന് ആളുകൾ മരുഭൂമിയിൽ പട്ടുപോകുവാനിടയായിത്തീർന്നു. എന്നാൽ അവരിൽ ഒരു ശേഷിപ്പ് ദൈവം വെച്ചു കനാൻ ദേശത്തേക്ക്. രണ്ടുപേരെ, പുറപ്പെട്ടതിൽ നിന്നും രണ്ടുപേരെ ദൈവം കാത്തു സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രീഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മൾ അതിനെ കരുതരുത്. പക്ഷെ യോശുവയും കാലേബും ആ ദൈവത്തിൻ്റെതായ കൃപയെ അവർ അതിനെ ദൈവസന്നിധിയിൽ ജീവിക്കുവാനായിട്ട് തീരുമാനിച്ചതുകൊണ്ട് ഒരു ദൈവം അവിടെ ഒരു റെമനന്റിനെ കാത്തു സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ പുറപ്പെട്ടു, പക്ഷെ ആ പുറപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നും രണ്ടുപേരെ ദൈവം അവിടെ സൂക്ഷിക്കുകയാണ്. देखिए, मिस्र देश से जो निकलने के वक्त में लाखों लोग जो है मिस्र देश से निकल चुका था, लेकिन जब ये लोग कनान देश के पास पहुंचने वाला था तो केवल जो लोग निकला हुआ जो लाखों से केवल 2 ही लोग बच गया है। और परमेश्वर वो 2 ही व्यक्ति को रख छोड़ा है जो लोग कनान देश में जो है पहुंचने के लिए जो लोग निकला हुआ उसी से 2 ही लोग बच गया। जो छोटे एक थोड़ा सा जो है झुंड बच गया कनान देश पहुंचने के लिए। ഓ പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ആ റെമനന്റിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ദാഹം, റെമനന്റിനെ കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ മനോഭാവം ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. വീണ്ടും പിന്നീട് സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനം 12:1 നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 12:1 സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുകയാണ്, വായിച്ചാട്ടെ. तो इस प्रकार परमेश्वर जो है रखा हुआ लोगों के बारे में इतिहास में भी हम लोग पढ़ते हैं, और वचन संहिता उसका 12 अध्याय में भी हम लोग जो है उसके बारे में जो है पढ़ते हैं, जिसके बारे में मैं अभी पढ़कर सुनाएंगे। वचन संहिता 12 अध्याय पहला पद इस प्रकार लिखा है, परमेश्वर बचा ले क्योंकि एक भी भक्त नहीं रहा, मनुष्यों में से विश्वास योग्य लोग मर मिटे हैं। ഇവിടെ ആ സങ്കീർത്തനത്തിന്റെ സങ്കീർത്തനം രചിച്ചതായ അതിന്റെ ഓഥർ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു. ലോർഡ്, ദി റെമനന്റ്
ഈസ് ഗെറ്റിംഗ് എക്സ്റ്റിങ്ക്ട്. അവരെന്ത് ചെയ്തു? നാമാവശേഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവേ, ഇവരെ നീ രക്ഷിക്കണമേ. ഈ റെമനന്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ രക്ഷണ്യ പ്രവൃത്തി, നിന്റെ ഗ്രാൻഡ് വീവിംഗ് അവിടെ നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഒന്നും ചെയ്തില്ലെങ്കിലും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും ഈ ചെറിയ ഗ്രൂപ്പിനെ നിലനിർത്തുവാൻ നീ ഒന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഭക്തന്മാർ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. यहाँ पे जो है दाऊद का जो है प्रार्थना है, दाऊद चिल्ला रहा है क्योंकि परमेश्वर जो है भक्त लोग नाश हो रहा है, भक्त लोग नष्ट हो रहा है, जो विश्वास योग्य लोग जो है आजकल जो है मिट जा रहा है, इसलिए हमें बचा ले क्योंकि हम भी नष्ट ना होने पाए. ഇവിടെ നമ്മൾ അതൊന്ന് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ കവണന്റിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് അതിനെ നമ്മളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സഭകളിൽ, നമ്മുടെ കൂട്ടങ്ങളിൽ മനുഷ്യപുത്രന്മാർ ധാരാളമുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ, മനുഷ്യപുത്രന്മാരെക്കാൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഭക്തന്മാരെയാണ്. ആ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഒരു റെമനന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും അതിനുവേണ്ടി അനേകരെ പ്രചോദിപ്പിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ എന്നായിരിക്കണം നമ്മുടെ ദിവസങ്ങളിലെ പ്രാർത്ഥന. देखिए आजकल जो है हर कलीसिया में देखेगा तो मनुष्य का लोग ज्यादा है, मनुष्यों का संख्या जो है काफी ज्यादा है हमारा कलीसिया में, लेकिन भक्त का जो है लोग बहुत कम जो है पाए जा सकता है. बहुत कम भक्त को आजकल कलीसिया में दिखाई देते हैं. इसलिए हमारा प्रार्थना भी यही होना चाहिए, प्रभु वही छोटे झुंड का जो है भक्त मुझे बनाइए, उस भक्त का झुंड में मैं भी रहना चाहता हूं. वही हमारा प्रार्थना होना चाहिए. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന, അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം. മറ്റൊന്നും നമുക്കൊരു വിഷയമല്ല. ഈ ലോകത്തിലെ യാതൊരു കാര്യങ്ങളും നമുക്കൊരു വിഷയമല്ല. ആർ വി സ്റ്റിൽ കണ്ടിന്യൂയിങ് ടു ബി ദ പാർട്ട് ഓഫ് ദ റെമനന്റ്? ദൈവം കാത്തു സൂക്ഷിച്ചിരിക്കുന്ന മണവാട്ടി സഭ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന എല്ലാവരുമല്ല. അതിന്റെ ഇടയിൽ ദൈവം നിധി പോലെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ഭക്തന്മാരുടെ കൂട്ടത്തെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. ഇന്ന് രാത്രികാലം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ആം ഐ പാർട്ട് ഓഫ് ദ റെമനന്റ്? क्या हम अपने आप से पूछने पाए हम जो है उस छोटे झुंड में एक व्यक्ति है कि नहीं? क्योंकि परमेश्वर जो है बादलों पर आने के लिए आना चाहते हैं, सारा मानव जाति को लेकर जाने के लिए नहीं, मगर वो जो छोटे झुंड को, जो लोग भक्त है, उन्हीं लोगों को लेकर जाने के लिए प्रभु चाहते हैं. हालेलुया. പ്രൈസ് ദി ലോർഡ്. പിന്നീട് മുന്നോട്ട് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, അവരുടെ രാജ്യം വിഭജിക്കപ്പെട്ടു, അവരുടെ രാജാക്കന്മാർ ദൈവത്തിനെതിരെ പോകുവാൻ ഇടയായിത്തീർന്നു. ദൈവം അവിടെയെല്ലാം ഒരു റെമനന്റിനെ ശേഷിപ്പിച്ചു. യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേൽ, ദാനിയേൽ തുടങ്ങിയതായ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവരിൽ നിന്നും ഒരു റെമനന്റിനെ ഞാൻ ഇനി മടക്കി വരുത്തുവാൻ ഇടയായിത്തീരും. യിരെമ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായത്തിൽ നമ്മളത് കാണുകയാണ്. പല പ്രവാചകന്മാർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇവരോട് പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് ഇസ്രായേൽ ജനം എന്ത് ചെയ്യപ്പെട്ടു? ചിതർപ്പെടുവാൻ ഇടയായിത്തീർന്നു. പല രാജാക്കന്മാർ, പല രാജ്യങ്ങൾ അവർ ആക്രമിക്കുവാനിടയായി തീർന്നു. നാം അവശേഷമായി പോകുവാനായിട്ടുള്ള സമയത്ത് ദൈവം ഒരു റെമനന്റിനെ ബാബേലിൽ നിന്നും മടക്കി വരുത്തുന്നതായിട്ട് നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കുകയാണ്. ദാറ്റ് സ്റ്റോറി കണ്ടിന്യൂഡ് ഇൻ ദ ഹിസ്റ്ററി. ഹല്ലേലൂയ. हम लोग जो है अगर इस्राएल लोगों का इतिहास देखेंगे तो हमें ये भी पता चलता है, इस्राएली राजा और इस्राएल का लोग जो है जब परमेश्वर से दूर जब हुआ, परमेश्वर एक छोटे झुंड को खड़ा किया. यशायाह, यिर्मयाह, एसेकिएल, दानियेल, होशिया, इस प्रकार का एक छोटे झुंड को परमेश्वर ने खड़ा किया. और अलग अलग राजा जो है परमेश्वर के वचन के विरोध में जब चलने लगा, बाकी जो है दूसरा दुश्मन का सेना आके इसराइलियों के ऊपर में चढ़ाई किया, इसराइलियों को हरा दिया और इसराइलियों में जो है काफी लोग नष्ट हो गया. और सारा इसराइली नष्ट होने से पहले ही परमेश्वर एक छोटे झुंड को खड़ा कर रहा है. और वो छोटे झुंड जो है, छोटे समूह जो है, कम जन जो है, वापस इसराइल में, यरूशलेम में वे लोग बंधुआई से वापस आ रहा. പ്രൈസ് ദി ലോർഡ്. 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം, ആ ചിത്രം ഒന്ന് മനസ്സിലാക്കുവാൻ. എസെക്കിയേലിന്റെ പ്രവചനം 22-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യവും, യെരെമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യവും. Ezekiel chapter 22 verse 30 and Jeremiah chapter 5 verse 1. तो दो पद जो है हम लोग पढ़ेंगे उसके लिए. एसेकिएल नबी की किताब उसका 22 अध्याय और उसका 30वां पद 30, राइट? Yeah, 22 verse 30.
मैंने उनमें ऐसा मनुष्य ढूंढना चाहा जो भाड़े को सुधारे और देश के निमित्त नाके में मेरे सामने ऐसा खड़ा हो कि मुझे उनके नाश न करना पड़े, परंतु ऐसा कोई ना मिला। Hallelujah. Oh, praise the Lord. God is saying that I was looking for one person to stand in the gap. എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനങ്ങൾക്ക് വേണ്ടി മൈനോറിറ്റിയിൽ നിൽക്കേണ്ട അവരെല്ലാം കാലുമാറി കൂറുമാറി പോയപ്പോൾ ദൈവത്തിന്റെ ദീനരോധനം ഞാൻ ഒരു വ്യക്തിയെ അന്വേഷിച്ചു ഈ മൈനോറിറ്റിയുടെ ഭാഗമായി മാറുവാൻ ഞാൻ കണ്ടില്ല എന്ന കഥയാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുപോലെയാണ് യെരമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 1-ൽ നമ്മൾ കാണുന്നത്. അതും കൂടെ നമുക്ക് വായിക്കാമല്ലോ. तो यहाँ पे जो है हम लोग दिखाई देते हैं यीशु मसीह का जो है हृदय का या परमेश्वर का जो है हृदय का दर्द जो है हम लोग यहाँ पे दिखाई दे रहा है कि प्रभु चिल्ला रहा है, बोल रहा है कि भाड़े में खड़ा होने के लिए, बिछुआई करने के लिए मैंने एक व्यक्ति को जो है ढूंढ रहा है। समूह के लिए, पूरा मानव जाति के लिए जो है बिछुआई करने के लिए एक व्यक्ति को मैंने ढूंढा, लेकिन किसी को जो है नहीं मिल रहा है करके प्रभु का चिल्लाहट होंगो हम लोग यहाँ पे सुनते हैं। यही बराबर बात जो है यिर्मयाह नबी की किताब उसका 5वां अध्याय में भी हम लोग पढ़ सकता है। यानी Go up and down the streets of Jerusalem, look around and consider, search through her squares. If you can find one person, note that point, one person who deals honestly and seeks the truth, I will forgive this city. God is looking for a remnant. Hallelujah. Or can you tell the verse? Jeremiah chapter 5 verse 1. യെരമ്യാവിന്റെ പ്രവചനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. तो यरूशलेम की सड़क में इधर उधर दौड़ कर देखो, उसके चौके में ढूंढो, यदि कोई ऐसा ना मिल सके जो न्याय से काम करे और सच्चाई को खोजी हो, तो मैं उसके पाप क्षमा करूंगा। यहाँ पे भी प्रभु जो है ढूंढना चाहता है कि प्रभु के लिए खड़ा होने वाला, परमेश्वर का जो है सच्चाई के लिए, धार्मिकता के लिए खड़ा होने वाला एक व्यक्ति मिलेगा कि नहीं मिलेगा, प्रभु ढूंढ रहा। हालेलुया। Oh, praise the Lord. Actually, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. യെരൂശലേം അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ മുഴുവൻ ഐഡന്റിറ്റി ആയിട്ട് ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അവർ നീതിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ട്രൂത്തിന് വേണ്ടിയും നിൽക്കണമെന്ന്. എന്നാൽ അത് സംഭവിക്കാതെ അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടപ്പോൾ ദൈവം ആ ജാതിയിൽ മറ്റൊരു റെമനന്റിനെ, അതിന്റെ ഉള്ളിൽ ഒരു റെമനന്റിനെ നോക്കി പോവുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എന്റെ ഹൃദയപ്രകാരമുള്ള ഐഡന്റിറ്റി ക്യാരി ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ദേശത്തോട് ക്ഷമിക്കുമെന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ഹൃദയരോധനമാണ് നമ്മളവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. तो हम लोग जो है प्रभु का हृदय का दर्द को यहाँ पे समझ सकता हूँ, क्योंकि पूरे इस्राएलियों को परमेश्वर ने इसलिए बनाया था कि वे लोग जो है प्रभु के लिए खड़े हो जाए, वे लोग प्रभु के लिए जो है वो हालेलुया परमेश्वर के नाम के लिए जो है वे लोग खड़े हो जाए। लेकिन उसी में भी लोगों को नहीं मिलने पर प्रभु जो है उस झुंड के अंदर में देख रहा है, क्या इसराइलियों के अंदर में कोई व्यक्ति है जो भक्त है, जो मेरे लिए खड़ा हो सकता है, जो मेरे नाम के लिए जो है नाम को ऊंचा करने वाला कोई भी व्यक्ति उसके अंदर में है कि नहीं, वही प्रभु आज जो है ढूंढ रहा। ഓ പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദൈവസഭ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടവന്റെ മണവാട്ടി പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നും ദൈവം നോക്കുന്നത് ഈ ചർച്ച എന്നറിയപ്പെടുന്ന ഈ മഹാപ്രതിഭാസത്തിനിടയിൽ എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മണവാട്ടി സഭയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനായിട്ടുള്ളത്, ആർ വി പാർട്ട് ഓഫ് ദ റെമനന്റ് which is inside the so-called church which we think that everybody will go to heaven, but God is not looking for those people right now. ദൈവം നമ്മളോട് ഇന്ന് രാത്രികാലം ചോദിക്കുന്നു, ആ ചെറിയ കൂട്ടത്തിന്റെ, ആ റെമനന്റിന്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. तो ये जो परमेश्वर जो है दुल्हा को जो करके जो है कलीसिया को जो है बना के छोड़ दिया, लेकिन उस दुल्हा जो है हालेलुया परमेश्वर को छोड़कर अपना जो है रास्ता को अपनाने के वक्त में प्रभु आज भी जो है देख रहा है, आज भी ढूंढ रहा है कि वैसा जो है दुल्हा जो है मिलेगा कि नहीं मिलेगा, कि जो परमेश्वर के लिए खड़ा होने वाला, प्रभु के लिए जो है भक्त होने वाला, प्रभु के लिए विश्वासियों में खड़ा रहने वाला, वैसे लोग मिलेगा कि नहीं, प्रभु आज भी जो है ढूंढते रह रहा। ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. हालेलुया। അങ്ങനെ
ദൈവം ഒരു റെമനന്റിനെ ബാബേലിൽ നിന്നും തിരിച്ചു വരുവാനിടയായി തീർന്നു. സെരുബാബേലിന്റെയും എസ്രായുടെയും നെഹമ്യാവിന്റെയും എല്ലാം നേതൃത്വത്തിൽ ഹഗായിയും സെക്കറിയാവും പ്രവാചകന്മാരുടെ ഒരു ടീം വഴിയായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തെ ഒരു ശേഷിപ്പിനെ നമുക്കറിയാം. ഇസ്രായേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ വളരെ നമ്പേർഡ് ആയിട്ട് മാത്രം അവിടെ കാണുന്ന ഒരു ശേഷിപ്പിനെ ദൈവം മടക്കി വരുത്തുകയും യെരൂശലേം ദേവാലയം പണിയപ്പെടുകയും ഒരു ആത്മീക നവോത്ഥാനത്തിന് വേണ്ടി ഇസ്രായേൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന എല്ലാട്ടും നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെയും ദൈവം ഒരു റെമനന്റിനെ കാത്തു സൂക്ഷിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. परमेश्वर हमेशा एक छोटे झुंड को रख छोड़ा है कि हम लोग इस्रा नबी की किताब या नहम्या नबी की किताब पढ़ने से पता चलता है कि वहां से जो है आया हुआ लोग जो है बहुत कम जन है, एक कुल से जो है बहुत कम जन का संख्या वहां पे लिखा हुआ है, लेकिन प्रभु ने जो है आप अपने लिए खड़ा होने के लिए एक छोटे झुंड को, एक कम जन को परमेश्वर जो है लाभ हो जाए, वे लोग भक्त बनकर वे लोग विश्वास योग्यता से खड़े रहने पाए. ഹല്ലേലൂയ. എന്നിട്ട് യെശയ്യാവിലൂടെ ഒരു പ്രവചനം പറയുവാനിടയായിത്തീർന്നു. എന്താണ് ആ പ്രവചനം? ഐ എം ട്രൈങ് ടു കണക്ട് നൗ ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ് നൗ. ആ കണക്ഷൻ എങ്ങനെയാണ്? ഇശായിയുടെ മുളയിൽ നിന്നും വേരിൽ നിന്നും ഞാൻ ഇനി ഒരു വ്യക്തിയെ കൊണ്ടുവരും. ഈ റെമനന്റിൽ നിന്ന്, വളരെ ശ്രദ്ധിക്കണം, ഈ റെമനന്റിൽ നിന്നും ഞാൻ ഒരു വ്യക്തിയെ കൊണ്ടുവരും. അവന്റെ പേരാണ് നിത്യനായ പിതാവ്, അവന്റെ പേരാണ് സമാധാനത്തിന്റെ പ്രഭു, അവനാണ് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുന്ന ഒരു യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈശായുടെ കുറ്റിയിൽ നിന്നും, ഈ റെമനന്റിൽ നിന്നും, ഈ ശേഷിപ്പിൽ നിന്നും അവൻ നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുവാനിടയായിത്തീരും. ഓ, വാട്ട് എ ഗ്ലോറിയസ് പ്ലാൻ ഓഫ് ഗॉड. आमेन. तो फिर जो है हम लोग इसको नया नियम से जो है इसी प्रकार जो है जुड़ा सकता है कि परमेश्वर का जो है वायदा है, यशाई जो दाऊद का जो है पिता का जो है जो जड़ से मैंने जो है एक नया जो है अब चीजों को मैंने उगने देंगे. और वो जो है हम लोग जो पढ़ते हैं, आगे पढ़ने से हम लोग को पता चलता है यीशु मसीह के बारे में जो है वायदा किया है. यीशु मसीह जो शांति का राजकुमार, जो इम्मानुएल जो कहा जाते हैं, उनको जो है परमेश्वर ने नियुक्त किया है ताकि दाऊद का परंपरा में, दाऊद का जो है पीढ़ी में उत्पन्न होकर प्रभु के लिए खड़ा होने के लिए, लोगों को खड़ा करने के लिए एक व्यक्ति. ഓ, യെശയ്യാവ് എത്ര ക്ലിയർ ആയിട്ടാണ് പ്രവചിച്ച്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഓ, അവന്റെ പേരാണ്, അവൻ രാജാക്കന്മാരുടെ രാജാവ്, അവൻ പ്രഭു. ഹല്ലേലൂയ. ആ രാജാവിനെ കൊണ്ടുവരുവാൻ വേണ്ടി അവൻ വരുന്നത് ലോകപ്രകാരമുള്ളതായ ഒരു കിങ്ഡത്തിൽ നിന്നല്ല, ദൈവത്തിന്റെ കിങ്ഡത്തിൽ നിന്നും ദൈവം ഈ റെമനന്റിലൂടെ കൊണ്ടുവരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാവ് ഇവിടെ പ്രവചിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു റെമനന്റിൽ നിന്നും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. तो हम लोग जो है यहाँ पे पढ़ते हैं, यशायाह नबी की किताब में स्पष्ट में लिखा है, कुंवारी गर्भवती होकर एक बच्चा जनेगा, कि वो बच्चा जो है प्रभु के लिए अलग किया जाने वाला एक बच्चा है, परमेश्वर के लिए जो है अलग किया हुआ एक बच्चा है. क्योंकि परमेश्वर जो है एक छोटे झुंड से जो है एक हालेलुया परमेश्वर को बचा हुआ एक झुंड को बनाने के लिए प्रभु चाहते हैं. और उस झुंड को जो है बनाने के लिए प्रभु जो है यीशु मसीह को इस दुनिया में हमारे लिए जो है भेजा. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ ഭാഗ്യം ദൈവം നമുക്കാണ് തന്നത്. യെശയ്യാവിന് അത് കാണുവാൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം യെശയ്യാ പ്രവചനത്തിന്റെ ഇന്റർപ്രിട്ടേഷനിൽ ഡോക്ടർ പി പോൾസൺ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. അദ്ദേഹം വളരെ വളരെ ആഴമേറിയ രീതിയിൽ അതിനെക്കുറിച്ച് പഠിപ്പിച്ച ഒരു ഭാഗത്തുനിന്ന് എന്നെ ചിന്തിപ്പിച്ചത് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ യെശയ്യാവ് പലപ്പോഴും അവൻ എന്ന് ഒരു തേർഡ് പേഴ്സണിൽ പറയുന്നതായ ഒരു വ്യക്തിയാണ് കർത്താവ്. കാരണം യെശയ്യാവിന് അറിയത്തില്ല ഇവൻ ആരാണെന്ന്. അതുകൊണ്ട് അവൻ എന്ന് പറഞ്ഞു വിടുകയാണ്. പക്ഷേ ക്രൂശിന്റെ അപ്പുറത്ത് നിൽക്കുന്ന നമുക്കറിയാം യെശയ്യാവ് പറഞ്ഞ അവൻ ആരാണ്? ഈ ശേഷിപ്പിൽ നിന്നും കടന്നു വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ.
आमीन। यशायाह नबी को जो है पूरा जो है समझ नहीं था यीशु मसीह के बारे में, क्योंकि हम लोग का पीढ़ी में जो है हम लोग को ये सौभाग्य मिला कि यीशु मसीह के बारे में जो है सही तौर से समझने के लिए, क्योंकि पीयू पोर्सन करके एक प्रभु के दास का क्लास मैंने जो सुन रहा था, उसी में उन्होंने जो बता रहा था कि यशायाह नबी जो है उनके भविष्यवाणी में वो करके जो है जिनके बारे में जो बताया गया है वो यीशु मसीह के बारे में बोला है, लेकिन यशायाह नबी को पूरी तौर से नहीं मालूम था यीशु मसीह कौन है, या परमेश्वर यीशु मसीह के बारे में जो है उसको पूरा जो है समझ नहीं मिलने के कारण वो यीशु मसीह को पूरी तौर से नहीं समझा पाया। लेकिन हम जो है नया पीढ़ी में नया नियम का जो है लोग है, हमें जो है मालूम है कि यशायाह नबी किसके बारे में जो है भविष्यवाणी किया था। हालेलुया। Oh, praise the Lord. Hallelujah. 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 ആമേൻ. നമുക്ക് ആ ധന്യമായ അവസ്ഥ ലഭിക്കുവാനിടയായിത്തീരുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഉദ്ഘാടനം ചെയ്ത സഭയുടെ ഭാഗമായി നമ്മൾ മാറിക്കഴിഞ്ഞു. എന്നാൽ ഒരു ചോദ്യം, കർത്താവ് ഇപ്പോഴും ആ ബിസിനസ്സിൽ തന്നെയാണ്. എന്താണ് ബിസിനസ്? കർത്താവ് ഒരു റെമനന്റിനെയാണ് ഇവിടെ കാത്തു സൂക്ഷിക്കുന്നത്. तो जो है इस प्रकार यीशु मसीह जो है अपना कलीसिया को जो है उद्घाटन किया, और उस कलीसिया को एक झुंड बचा हुआ एक झुंड एक पवित्र झुंड बनाने के लिए प्रभु जो है रख छोड़ा है कि अभी भी सवाल ही है कि हम लोग उसी झुंड का भाग है कि नहीं, हम लोग यीशु मसीह का वो जो बचा हुआ लोगों का भाग है कि नहीं। ഓ പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പഠനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിക്കുവാനിടയായിട്ടുള്ളതാണല്ലോ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, വിളിക്കപ്പെട്ടവർ അനേകർ, എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന സമയത്ത് 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കിയ ശേഷം അനേകർ അവനെ ഫോളോ ചെയ്യുവാനിടയായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം, ജീവന്റെ വചനം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ പലരും അവന് വിട്ടുപോയി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു. അപ്പോൾ ഇവിടെയെല്ലാം ആ പിതാവായ ദൈവത്തിന്റെ ദൈവമായിരുന്ന ക്രിസ്തു, പിതാവിനോടൊപ്പം അല്ലെങ്കിൽ ട്രയൂൺ ഗോഡിന്റെ ഭാഗമായിരുന്ന നമ്മുടെ ദൈവം, അതേ മനോഭാവം അതേ തീമാണ് പുതിയ നിയമത്തിലും കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലാതെ ഇത് ഒരു വിശാലമായ വാതിലാക്കി മാറ്റി എല്ലാവർക്കും കടന്നുകൂടുവാനായിട്ടുള്ള ഒരു മാർഗമായി യേശു ക്രിസ്തു വിഭാവനം ചെയ്തില്ല. അവൻ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ, അതോ ഇഫ് യു വാണ്ട് ടു കണ്ടിന്യൂ ഇൻ ദ റെമനന്റ്. പ്രൈസ് ദ ലോർഡ്. तो इसलिए यीशु मसीह भी जो है अपना जो है पीछे आया हुआ काफी लोग जब यीशु मसीह को छोड़ दिया, यीशु मसीह अपने चेले लोगों से भी पूछा कि आप लोग भी जाना चाहता है कि नहीं। हालेलुया। यीशु मसीह ये सवाल ही जो है उन लोग से कर रहा था, आप लोग जाना चाहता है तो जा सकता है, अगर जाना नहीं चाहता है तो आप लोग को मन है कि ये बचा हुआ झुंड का, ये छोटे झुंड का जो है भाग बनने के लिए आप लोग मन है कि नहीं, या तैयार है कि नहीं। ഓ പ്രൈസ് ദി ലോർഡ്. ക്രൂശിന്റെ വഴി അവൻ വിഭാവനം ചെയ്തു. ഹി ഡിഫൈൻഡ് ദ പാത്ത് ഓഫ് ദ ക്രോസ്. നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കാത്തവൻ എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കില്ല. അത് കഴിഞ്ഞു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ ഈ റെമനന്റിനെ വീണ്ടും കാണുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്നവർ അനേകർ പിന്മാറ്റത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് പോകുകയാണ്. ലേഖനത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് തിമത്തിയോസിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. 2 തിമത്തിയോസ് 3-ാം അധ്യായം പൗലോസ് പറയുന്നു, അന്ത്യകാലത്ത് എൻഡ് ടൈം എന്തുവരും? മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും എല്ലാം ആയിരിക്കും. ഒരു മെജോറിറ്റി സഭകളിൽ തന്നെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പൗലോസ് തിമത്തിയോസിനോട് പറയുകയാണ്, തിമത്തിയോസേ, എനിക്ക് നിന്നെ കുറിച്ച് പറയാനായിട്ടുള്ളത്, യു ഷുഡ് കണ്ടിന്യൂ ഇൻ ദിസ് റെമനന്റ് ഗ്രൂപ്പ്. നീയോ തിമത്തിയോസേ അവയെല്ലാം വിട്ടോടി ഈ നേരോ പാത്തിലൂടെ നീ മുന്നോട്ട് പോകുവാനിടയായി തീരണം. അത് തന്നെയാണ് അപ്പോസ്തലന്മാർ ഉപദേശിച്ചതും. പ്രൈസ് ദി ലോർഡ്. और इस प्रकार जो है एक झुंड हमेशा के लिए परमेश्वर रखा हुआ है, और कलीसिया का उत्पत्ति होने के बाद भी कलीसिया के अंदर में भी काफी लोग जो है इस प्रकार का जो लोग परमेश्वर को पीछे नहीं करने वाला लोग जो है बन गया, जिसके बारे में 2 तिमोथी उसका 3रा अध्याय में हम लोग पढ़ते हैं। वहां पे पौलुस
तिमोथी को चेतावनी दे रहा है, पर यह स्मरण रखना कि अंतिम दिनों में कठिन समय आएगा कि जो अलग अलग लोगों के बारे में वहां पे जो बताया गया है कि जो लोग स्वार्थी है, लोभी है और अभिमानी और निंदक, इस प्रकार का माता पिता का आज्ञा नहीं मानने वाला, इस प्रकार का लोग कलीसिया के अंदर में भी होगा, कलीसिया के अंदर में रहेंगे। लेकिन तुम जो तिमोथी, तुमको जो है परमेश्वर का उपदेश या प्रेरित है, तुमको एक नमूना के रूप में एक छोटे झुंड या एक बच्चा हुआ झुंड तुमको बनकर रहना। हालेलुया, Praise the Lord. പിന്നീട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം സഭ പിന്നെയും പലവിധമായ അവസ്ഥകളിലൂടെ കടന്നു പോകുവാനിടയായിത്തീർന്നു. പക്ഷെ ദൈവം ഒരു ശേഷിപ്പിനെ വെച്ചുകൊണ്ടേയിരുന്നു. പല നൂറ്റാണ്ടുകളായ ശേഷിപ്പ് കർത്താവിനാൽ പ്രിസർവ് ചെയ്യപ്പെട്ട് മുന്നോട്ട് വന്നു. ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ദൈവം അതിനൊരു തീനാളമായിട്ട് വീണ്ടും ജ്വലിപ്പിക്കുവാനിടയായി തീർന്നു. പക്ഷേ ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, ആർ വി കണ്ടിന്യൂയിങ് ദാറ്റ് റെമനന്റ് ഓർ ആർ വി പാർട്ട് ഓഫ് ദ മെജോറിറ്റി? तो इस प्रकार जो है इतिहास को देखेंगे तो इतिहास में जो है काफी जो है परेशानी कलीसिया को सामना करना पड़ा, काफी जो है जो निंदा और सतावट को कलीसिया को सामना करना पड़ा। उसके बीच में भी प्रभु जो है एक बचा हुआ झुंड को, बचा हुआ लोगों को रख छोड़ा है। और अभी भी जो है कलीसिया जो बढ़ के आगे आने के वक्त में इस जो है शताब्दी में परमेश्वर उस आग को फिर से जलाया, वो परमेश्वर का राज्य का बढ़ोतरी फिर से हो रहा है। लेकिन उसके बीच में परमेश्वर का सवाल हमसे यही है कि उसमें भी हम लोगों बचा हुआ झुंड है कि नहीं, हम लोग परमेश्वर के अलग किया हुआ लोग है कि नहीं। ദൈവം ഒരുപാട് മിഷണറിമാരെ, അനേക ഈ ശേഷിപ്പിലുള്ള റെമനന്റിലുള്ള അനേകരെ ദൈവം ഉപയോഗിക്കുവാനിടയായിത്തീർന്നു. നമുക്കറിയാം, പെന്തക്കോസ്തിന്റെ തീജ്വാല വരുവാനിടയായിത്തീർന്നു. അതുപോലെ ഉണർവിന്റെ തീജ്വാലയ്ക്ക് വേണ്ടി ദൈവം അനേകരെ ഈ ശേഷിപ്പുള്ളവരെ ഉപയോഗിക്കുവാനിടയായി. എഡ്വേർഡ് ജോനാഥൻ, നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് റിവൈവലിന് കാരണമായി തീർന്നവരെല്ലാം ഈ റെമനന്റിന്റെ ഗ്രൂപ്പിൽ നിന്ന് വന്നവരാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് നമ്മളോട് ചോദിക്കുവാനായിട്ടുള്ളതായ ചോദ്യം, ഈ കൊറോണ അല്ലെങ്കിൽ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ദൈവം ഒരു റെമനന്റിനെ പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഒരു റെമനന്റിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഒരു റെമനന്റിനെ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. ആരെ ചേർക്കുവാൻ? ഈ റെമനന്റിനെ ചേർക്കുവാൻ. और हर वक्त के लिए जो है परमेश्वर एक जो है झुंड को रख छोड़ा है कि जो है अभी ये कोविड के समय में भी हमारे सामने जो है ही सवाल आते हैं कि इस प्रकार का एक झुंड हम बन गया है कि नहीं, या परमेश्वर का जो है प्रभु हमें जो है लेने के लिए जब आएंगे तो हम जाने के लिए तैयार हुआ, एक झुंड बना है कि नहीं। यही सवाल हमारे सामने जो है खड़ा है और हम लोग उसके लिए तैयारी होने का जरूरत है। വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, വരുവീൻ ഞാൻ എന്റെ മണവാട്ടിയെ കാണിച്ചു തരാം, കറയും ചുളുക്കവും ഇല്ലാത്തതായ, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചതായ ഒരു ചെറിയ കൂട്ടത്തെ ഞാൻ കാണിച്ചു തരാം, അതാണ് എന്റെ മണവാട്ടി സഭ. അങ്ങനെ ദൈവം ചരിത്രത്തിൽ നിന്നും ആ റെമനന്റിനെ സൂക്ഷിച്ച് ആ റെമനന്റിന്റെ ഭാഗമായി തീർന്ന ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ സ്വർഗത്തിൽ മണവാട്ടി സഭയുടെ വിവാഹം അല്ലെങ്കിൽ മണവാട്ടിയുടെ ആ വെഡിങ് എന്ന് പറയുന്ന ആ വലിയ സമ്മേളനം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ആർ വി പാർട്ട് ഓഫ് ദാറ്റ് ബ്രൈഡ്? അതാണ് ക്ലൈമാക്സ്. പ്രൈസ് ദി ലോർഡ്. और जो है हम लोग पढ़ते हैं प्रकाशित वाक्य में, वहां पे यीशु मसीह जो है कहते हुए हम लोग सुनते हैं कि आओ मैं दुल्हा को जो है दिखाएंगे। और एक दुल्हा जो है एक छोटे झुंड जो है वहां पे दिखाई दे रहा है। जो लोग जो है इतिहास में अलग अलग परेशानी को सामना करके वो प्रभु के लिए जो है खड़ा हुआ, परमेश्वर के लिए जो है बचा हुआ एक झुंड, एक छोटा झुंड को वहां पे दिखाई दे रहा है। वे लोग जो लोग जो है स्वर्ग में प्रभु के साथ जो है खड़ा हो रहा है, वे लोगों को प्रभु बचाकर जो है लाया है और प्रभु के लिए खड़ा हुआ एक झुंड है, परमेश्वर के लिए खड़ा हुआ एक समूह है वो लोग। Praise the Lord. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് പോകുകയാണ്. ആർ വി പാർട്ട് ഓഫ് ദ റെമനന്റ്? മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നാരോ ഗേറ്റ്, വൈഡ് ഗേറ്റ്, നാരോ പാത്ത്, broad path.
Many, few, natural, but a choice. Eternal life, but eternal damnation. Which group are we? Are we continuing in the narrow path? मेरा जो है प्रचार यहाँ पे मैं समाप्त करना चाहता हूँ कि मत्ती रसूल समाचार 7वां अध्याय 13 और 14 पद में जो बात जो है बताया उसको स्मरण कीजिए। सकेत फाटक और चौड़ा फाटक, सरल रास्ता और जो है प्रयास होने वाला रास्ता, और जो प्रकृति नेचुरल या साधारण तौर से जाने वाला रास्ता, और कष्ट सहकर जाने वाला रास्ता, और कम लोग और ज्यादा लोग। बात हमेशा हमारा मन में रहने पाए। Are you part of the minority? Are you part of the remnant? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. इस जो है न्यूनतम झुंड में, इस जो है छोटे जो झुंड में क्या आप सहभागी है? आप उसका भाग है कि नहीं? सहभागी होने के लिए परमेश्वर हमें सहायता करे और इस वचन के द्वारा प्रभु हमें आशीष करे। आमीन। थैंक यू ब्रदर सिमसन फॉर द वंडरफुल मैसेज। परमेश्वर हम लोग से जो बात किया, इसलिए हम लोग हमारा जीवन को समर्पण करें और प्रार्थना करें।